പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ അൽ മഫാസ് ദി ആൻസർ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കുറ്റിപ്പുറം, കരുനാഗപ്പള്ളി, കൊച്ചി ഇടപ്പള്ളി, മലപ്പുറം ഇടപ്പാൾ. മുൻകൂട്ടി ബുക്കിംഗിന് 9895023551. റഹ്മത്ത് ചൊരിയുമീ ദിവ്യദിനങ്ങളിൽ റബ്ബിന്റെ കാരുണ്യം ചൊരിയണമേ. റഹ്മത്ത് ചൊരിയുമീ ദിവ്യദിനങ്ങളിൽ റബ്ബിന്റെ കാരുണ്യം ചൊരിയണമേ. റബ്ബിന്റെ കാരുണ്യം ചൊരിയണമേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ ജീവൻ TV പ്രേക്ഷകർക്കും അൽ മഫാസിലേക്ക് ഹാർദമായ സ്വാഗതം. അൽഹംദുലില്ലാഹില്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖാ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് ഫർജിഇൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വഅലാ ആലിഹി വസ്വഹാബിഹി വസല്ലിം തസ്ലീമൻ കസീറൻ കസീറാ. ഏറെ ബഹുമാനവും സ്നേഹവുമുള്ള എൻ്റെ പ്രിയപ്പെട്ട ജീവൻ TV പ്രേക്ഷകരെ, നമ്മുടെ ഈ ചാനലിൽ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്ന അനുഗ്രഹീതമായൊരു പ്രോഗ്രാമായിരുന്നു അൽ മഫാസ്. സർവശക്തനായ തമ്പുരാന്റെ അനുഗ്രഹത്താൽ കരുനാഗപ്പള്ളി പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ അവരുടെ സ്പോൺസർഷിപ്പിലൂടെ നാം വീണ്ടും അൽ മഫാസ് പുനരാരംഭിക്കുകയാണ്. അള്ളാഹു ആണ് ഇതിലേക്ക് വഴികാട്ടിയത്. അള്ളാഹുവിനാണ് സർവസ്തുതിയും. അള്ളാഹു പ്രകൃതി ഹോസ്പിറ്റലിനെ, അതിൻ്റെ പ്രവർത്തകരെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകന്റെ ചരിത്രത്തിൽ അധികം അനാവരണം ചെയ്യപ്പെട്ടിട്ടില്ലാത്ത സംഭവങ്ങളാണ് ആദ്യമായി നമ്മൾ പ്രോഗ്രാമിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രവാചക പിതാമഹൻ അബ്ദുൽ മുത്തലിബിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അദ്ദേഹം നടപ്പാക്കിയ ഭരണപരിഷ്കാരങ്ങൾ പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ, ഒരു സാധാരണ മനുഷ്യനായിരുന്ന അദ്ദേഹത്തിൻ്റെ ആ ദീർഘദർശനങ്ങൾ, ആ ഔത്കൃഷ്ട്യം എത്രമാത്രം വലുതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. സംസം കിണറിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ലോകത്ത് 3 തവണയാണ് മൂടപ്പെട്ടതിന് ശേഷം അത് പുനർനിർമ്മിക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കാം. ആദ്യമായി സംസം കിണർ പ്രത്യക്ഷപ്പെടുന്നത് ആദം അലൈഹിസ്സലാമിൻ്റെ കാലത്താണ്. പരിശുദ്ധ മക്കയിൽ ഹജ്ജിനായിട്ട് ഇന്ത്യയിൽ നിർത്തിയ ആദം അലൈഹിസ്സലാമിന് കുടിവെള്ളം നൽകിയത് സംസമായിരുന്നു. പലരും മനസ്സിലാക്കിയിരിക്കുന്ന പോലെ ഇസ്മായിൽ നബിയിൽ നിന്നല്ല, ആദമിൽ നിന്നാണ് സംസമിൻ്റെ ഉത്ഭവം. രണ്ടാമതായി നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചരിത്രം, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും മാതാവ് ഹാജറയെയും ഇബ്രാഹിം നബി മക്കയിൽ കൊണ്ടുപോയി കഅബ ഷരീഫ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് കിടത്തിയിട്ട് അദ്ദേഹം ഫലസ്തീനിലേക്ക് പോയി കളഞ്ഞു. ദിവസങ്ങൾക്കകം വെള്ളവും ഭക്ഷണവും തീർന്ന ആ കുഞ്ഞും മാതാവും മരണവക്തത്തോട് അടുത്തു. തൻ്റെ മാറിടത്തിൽ മുലപ്പാലില്ലാതെ കുഞ്ഞിനൊഴിട്ട് വെള്ളം കൊടുക്കാനാവാതെ വിഷമിച്ച് വല്ല യാത്രാ സംഘങ്ങളും പരിസരത്തുകൂടി സഞ്ചരിക്കുന്നുണ്ടോ, അല്പം വെള്ളം കിട്ടുമോ എന്ന് അന്വേഷിച്ച് 7 തവണ സഫ, മർവ എന്നീ പർവ്വതങ്ങളുടെ ഇടയിൽ ഓടി തളർന്ന ഹാജറ കുഞ്ഞിനെ കിടത്തിയിട്ട് വന്നത് ഇന്നത്തെ കഅബ ഷരീഫ് നിലനിൽക്കുന്ന സ്ഥാനത്തായിരുന്നു. പെട്ടെന്ന് തൻ്റെ കുഞ്ഞിൻ്റെ മുകളിൽ പരുന്തുകളും കഴുകന്മാരും പക്ഷികളൊക്കെ പറക്കുന്നവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. തൻ്റെ കുഞ്ഞു മരിച്ച് ആ മൃതദേഹം ഭക്ഷിക്കാനോ മറ്റോ ഇവ വന്നതായിരിക്കുമെന്ന് കരുതി അലറിക്കൊണ്ട് പാഞ്ഞെടുത്ത ഹാജറ കാണുന്നത് കൊച്ചിസ്മായിൽ കാലിട്ടടിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് വെള്ളം ഇങ്ങനെ പ്രവഹിക്കുന്നതാണ്. അതിശക്തമായി പുറപ്പെട്ട ആ പ്രവാഹം കുഞ്ഞിനെ വലിച്ചുകൊണ്ടു പോകുമെന്ന് തോന്നിയപ്പോൾ സം സം, മതി മതി, നിർത്ത് നിർത്ത് എന്ന് ഹിബ്രു ഭാഷയിൽ ഹാജറ വിളിച്ചു കൂവി. ആ കിണറിൻ്റെ പേര് സം സം എന്നായി. ഇതാണ് പുണ്യജലമായ സംസം. അള്ളാഹു ദുനിയാവിൽ വയർ നിറച്ച് സംസം കുടിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതും പരിശുദ്ധ മക്കയിൽ ചെന്ന് ഹറമിൽ നിന്ന് ആ കിണറിൻ്റെ പക്കൽ നിന്ന് തന്നെ ധാരാളം സംസം കുടിക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഇന്ന് ഭൂമിയുടെ മുകളിലുള്ള ഏറ്റവും വിശിഷ്ടമായ വെള്ളം സംസമാണ്. ശാസ്ത്രം മുഴുവൻ അംഗീകരിച്ചതാണ്. അങ്ങനെ സംസമിൻ്റെ രണ്ടാമത്തെ ഉത്ഭവം ഉണ്ടായത് ഇസ്മായിൽ കാലിട്ടടിച്ച ആ സ്ഥലത്ത് നിന്നായിരുന്നു. പിൽക്കാലത്ത് സംസം വീണ്ടും മൂടപ്പെട്ടു പോയി. ക്രമേണ അപ്രത്യക്ഷമായി. ആ കിണർ തന്നെ കാണാനില്ലാതായി. അതിൻ്റെ സ്ഥാനം ആർക്കും അറിയാതായി. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു.
അബ്ദുൽ മുത്തലിബ് മക്ക ഭരിക്കുന്ന സമയം ഒരിക്കൽ കഅബ ഷരീഫിന്റെ സമീപത്ത് മയങ്ങിക്കിടന്ന് അദ്ദേഹത്തിന് സ്വപ്ന ദർശനമുണ്ടായി. അബ്ദുൽ മുത്തലിബ് ബർറ എന്നുള്ള കിണർ കുഴിക്കുക, പുണ്യകരമായ കിണർ എന്നർത്ഥം. ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റ അദ്ദേഹം എന്താണ് ബർറ ഒരു പിടിയും കിട്ടിയില്ല. അദ്ദേഹം അത് ചിന്തിച്ചുകൊണ്ടേ നടന്നു. പിറ്റേന്ന് അതേ സ്ഥലത്ത് വെച്ച് വീണ്ടും സ്വപ്ന ദർശനമുണ്ടായി. അബ്ദുൽ മുത്തലിബ് മളനൂന എന്ന കിണർ കുഴിക്കുക. അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായില്ല, എന്താണ് മളനൂന. മൂന്നാം ദിവസം അതേ സ്ഥലത്ത് അതേ സ്വപ്നം ആവർത്തിക്കപ്പെട്ടു. അബ്ദുൽ മുത്തലിബ് സംസം കുഴിക്കുക. ഇത് പറഞ്ഞ് സ്വപ്നത്തിൽ വന്ന ആൾ അപ്രത്യക്ഷനായി. അബ്ദുൽ മുത്തലിബിന് കാര്യം വ്യക്തമായി. സംസമിൻ്റെ ചരിത്രം അറബികൾക്കെല്ലാം അറിയാം, പക്ഷേ എവിടെയാണ് ആർക്കും അറിയില്ല. അബ്ദുൽ മുത്തലിബ് പരിഭ്രാന്തനായി എല്ലാവരോടും അന്വേഷിച്ചു. സംസം കുഴിക്കാൻ എനിക്ക് കൽപ്പന കിട്ടിയിരിക്കുന്നു, പക്ഷേ എവിടെ, എങ്ങനെ? ഒരാൾ പറഞ്ഞു, അബ്ദുൽ മുത്തലിബ് അത് സത്യസന്ധമായ സ്വപ്നമാണെങ്കിൽ നാളെ താങ്കൾക്ക് അതിനെക്കുറിച്ച് അറിയിപ്പ് കിട്ടും, അതേ സ്ഥലത്ത് തന്നെ താങ്കൾ ഉറങ്ങുക. അതല്ല പിശാചിൽ നിന്നാണെങ്കിൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നുമല്ല. അബ്ദുൽ മുത്തലിബ് പിറ്റേന്നും അതേ സ്ഥലത്ത് ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ വന്ന ആൾ വന്നു. അബ്ദുൽ മുത്തലിബ് ചുവന്ന കാലുള്ള കാക്ക ഇരിക്കുന്ന സ്ഥലത്ത് സംസം കുഴിക്കുക. ഇതൊക്കെ ചരിത്രമാണ്. ചുവന്ന കാലുള്ള കാക്ക. അബ്ദുൽ മുത്തലിബ് പിറ്റേന്ന് അവിടെ മുഴുവൻ അന്വേഷിച്ചു. കഅബയുടെ തൊട്ട് തെക്ക് കിഴക്ക് ഭാഗത്തായി കാലിൽ ചുവപ്പുള്ള കാക്ക ഇരിക്കുന്ന അദ്ദേഹത്തിന് വ്യക്തമായിട്ട് കാണാൻ കഴിഞ്ഞു. അദ്ദേഹം മകൻ ഹാരിസിനെയും കൂട്ടി അവിടെ കുഴിക്കാൻ ആരംഭിച്ചു. മക്കാരെല്ലാം ഓടിക്കൂടി, എന്താണ് പ്രശ്നം, എന്താണ് പ്രശ്നം? അദ്ദേഹം പറഞ്ഞു, എനിക്ക് സ്വപ്ന ദർശനം ഉണ്ടായിരിക്കുന്നു, ഇവിടെയാണ് സംസമിൻ്റെ സ്ഥാനം. അബ്ദുൽ മുത്തലിബും മകനും കൂടി അവിടെ കുഴി വെട്ടാൻ ആരംഭിച്ചു. കുറച്ച് വെട്ടിപ്പോയപ്പോൾ ഒരുപാട് നിധിയും നിക്ഷേപങ്ങളുമാണ് അവിടെ നിന്ന് കിട്ടിയത്. 2 സ്വർണ്ണ കലമാനുകൾ, 7 ഇന്ത്യൻ നിർമ്മിത വാളുകൾ. മനസ്സിലാക്കണം, ഇത് പ്രവാചകന് എത്രയോ മുമ്പാണ്. അന്ന് സംസം കിണർ കുഴിച്ച് എന്നപ്പോൾ 7 ഇന്ത്യൻ നിർമ്മിത കരവാളുകൾ കിട്ടിയെന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ നമ്മുടെ ഭാരതവും അറേബ്യയുമായിട്ടുണ്ടായിരുന്ന ബന്ധം, വ്യാപാര ബന്ധമൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അന്ന് ലോകത്തെ ഏറ്റവും നല്ല വാൾ ഇന്ത്യയിൽ ഉണ്ടാക്കപ്പെടുന്ന വാളാണ്. പ്രവാചകൻ്റെ മുന്നിൽ തന്നെ അതിനെക്കുറിച്ച് പലപ്പോഴും പറയപ്പെട്ടിട്ടുണ്ട്. മുഹന്നദും മിൻ സുയൂ ഫില്ലാഹി മസ്ലൂലു ഇന്നർ റസൂല ലസൈഫു യുസ്തലാഉ ബിഹി മുഹന്നദും മിൻ സുയൂ ഫില്ലാഹി മസ്ലൂലു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട വാളിന് സമാനമാണ് എന്ന് കവി പ്രവാചകൻ്റെ മുന്നിൽ വെച്ച് പാടിയ ചരിത്രമാണ്. അപ്പം നമ്മുടെ നാട് ഭാരതം, നമുക്ക് അഭിമാനിക്കാം. അറേബ്യയുമായിട്ട് അന്നേ ബന്ധമുണ്ടായിരുന്നു. ചുരുക്കത്തിൽ ഒരുപാട് നിധി നിക്ഷേപങ്ങൾ സംസം കുഴിച്ചപ്പോൾ കിട്ടി. ഇൻഷാ അല്ലാഹ് അതേക്കുറിച്ചൊക്കെ വിശദമായി പറയാം. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദ ഹോസ്പിറ്റൽ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കരുനാഗപ്പള്ളി. 30 വർഷത്തെ സേവന പാരമ്പര്യം. നട്ടെല്ല് തേയ്മാനം, മുട്ടു തേയ്മാനം, പിടലി തേയ്മാനം, ഡിസ്ക് തള്ളൽ ഇവ മൂലം പ്രായഭേദമന്യേ നിരവധി ആളുകൾ തീരാ വേദനയിൽ കഴിയുന്നു. ധാതുക്ഷയം മൂലമുണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾക്ക് പ്രകൃതിയുടെ ജോയിന്റ് റീജനറേഷൻ പ്രോസസ്സിലൂടെ ഓപ്പറേഷൻ കൂടാതെ സുഖം പ്രാപിക്കാം. പ്രകൃതിയിലേക്ക് വരൂ, വേദനയിൽ നിന്ന് മുക്തി നേടൂ. ഞാൻ ഉറപ്പു തരുന്നു. ഡോക്ടറോട് സംസാരിക്കാൻ ഇപ്പോൾ വിളിക്കൂ 9446182437. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി, പത്തനാപുരം, ഇടപ്പള്ളി, മലപ്പുറം, ഇടപ്പാൾ. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കുറ്റിപ്പുറം, കരുനാഗപ്പള്ളി, ഇടപ്പള്ളി ആൻഡ് ഇടപ്പാൾ. ചീഫ് ഫിസിഷ്യനും മർമ്മ കൈറോ വിദഗ്ധനുമായ ഡോക്ടർ ഷഫി താഷ്ഖണ്ഡ് BAMSന്റെ നേതൃത്വത്തിൽ ഡയബറ്റിക് മർമ്മ ആൻഡ് പഞ്ചകർമ്മ ക്ലിനിക്. ഇവിടെ അസ്ഥി മർമ്മക്ഷതങ്ങൾ, പ്രമേഹം, അനുബന്ധ രോഗങ്ങൾ, സോറിയാസിസ്, കരൾ രോഗങ്ങൾ, അർബുദം, ആസ്മ, അലർജി, ലഹരി ഉപയോഗം, വന്ധ്യത തുടങ്ങിയ രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സ. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കുറ്റിപ്പുറം, കരുനാഗപ്പള്ളി, കൊച്ചി, ഇടപ്പള്ളി, മലപ്പുറം, ഇടപ്പാൾ. മുൻകൂട്ടി ബുക്കിംഗിന് 9895023551. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി, കൊച്ചി ശാഖകളിൽ ആയുർ ഓർത്തോ സർജൻ ഡോക്ടർ സച്ചിൻ S. താഷ്ഖണ്ഡ് BAMS MSന്റെ നേതൃത്വത്തിൽ ഇനോറെക്ടൽ, ഓർത്തോ ആൻഡ് സ്പോർട്സ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ അസ്ഥി നട്ടെല്ല് രോഗങ്ങൾ, ഡിസ്ക് തള്ളൽ, ഫ്രാക്ചർ ആൻഡ് ഡിസ്ലൊക്കേഷൻ, കായിക താരങ്ങളുടെ ലിഗമെന്റുകൾക്കും മസിലുകൾക്കും ഉണ്ടാകുന്ന ക്ഷതങ്ങൾ, ടീറുകൾ, വെരിക്കോസ് വെയിൻ, പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ, ഡയബറ്റിക്, അൾസർ തുടങ്ങിയ രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സ. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കുറ്റിപ്പുറം, കരുനാഗപ്പള്ളി, കൊച്ചി, ഇടപ്പള്ളി, മലപ്പുറം, ഇടപ്പാൾ. മുൻകൂട്ടി ബുക്കിംഗിന് 9895023551. അസ്സലാമു അലൈക്കും. കേരളത്തിലെ പ്രമുഖ ആയുർവേദ ഹോസ്പിറ്റലായ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ കരുനാഗപ്പള്ളി അവതരിപ്പിക്കുന്ന
അൽമഫാസ് പ്രോഗ്രാമിലെ ചോദ്യോത്തരവേളയിലേക്ക് എല്ലാ ദീനീ സ്നേഹികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നബിമാരിൽ ആരെല്ലാമാണ് ഒന്നിലധികം ഭാര്യമാരെ കല്യാണം കഴിച്ചത്? അതിനുള്ള കാരണങ്ങൾ വിശദീകരിക്കാമോ? ചോദിച്ചിരിക്കുന്നത് മലപ്പുറത്തു നിന്നും ഹക്കീം ഹാജിയാണ്. അൽഹംദുലില്ലാ, വിവാഹത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഈ കാലഘട്ടത്തെ മുന്നിൽ വെച്ച് മാത്രം ചിന്തിക്കരുത്. ഓരോരോ കാലങ്ങളിൽ ആ ലോകത്ത് ആ നാട്ടിൽ നടന്നിരുന്ന സാഹചര്യം കൂടി വിലയിരുത്തണം. ഈ അടുത്ത് മേഘാലയയിൽ ഒരു മനുഷ്യൻ മരിച്ചു. പത്രങ്ങളും ടി വിയൊക്കെ അദ്ദേഹത്തിൻ്റെ മരണവും ജീവിതവുമൊക്കെ ആഘോഷമാക്കിയുണ്ടായി. പെട്ടെന്ന് എനിക്ക് പേര് ഓർമ്മ വരുന്നില്ല. പത്രക്കട്ടിങ്ങെല്ലാം എൻ്റെ കൈവശം സൂക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് 38 ഭാര്യമാരുണ്ടായിരുന്നു. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഈ വർഷം നമ്മളോടൊപ്പം 2022 ജീവിച്ചിരുന്ന മനുഷ്യനാണ്. ജനുവരിയിലോ മറ്റോ മരിച്ചു. അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു, ക്രൈസ്തവ പുരോഹിതനായിരുന്നു. സ്വന്തം സഭയും ദേവാലയമൊക്കെ ഉള്ള ആളായിരുന്നു. 38 ഭാര്യമാർ. അതിലൂടെ ഏതാണ്ട് 300ഓളം കുടുംബാംഗങ്ങളാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. ഒറ്റ വീട്ടിലാണ് ഇവരെല്ലാവരും താമസം. ഓരോരുത്തർക്കും മുറിയുണ്ട്. അതുപോലെ തന്നെ ഓരോരുത്തർക്കും തൊഴിൽ, അവരുടെ ജോലി നിശ്ചയിച്ച് കൊടുത്തിട്ടുണ്ട്. വീട് വൃത്തിയാക്കുന്ന ഇന്ന ആളുകൾ, ഭക്ഷണം പാകം ചെയ്യുന്ന ഇന്ന ആളുകൾ, വിളമ്പുന്ന ഇന്നവർ, വസ്ത്രമലക്കുന്ന ഇന്നവർ, കുടുംബത്തിന് വേണ്ടി വരുമാനം സമ്പാദിക്കുന്ന ഇന്ന ആളുകൾ. അവർക്ക് ആശാരിപ്പണിയായിരുന്നു. യുവാക്കളും കുടുംബനാഥനുമെല്ലാം ആശാരിപ്പണി ചെയ്ത് നല്ല ഫർണിച്ചർ ഉണ്ടാക്കി വിറ്റ് വരുമാനം ഉണ്ടാക്കി. ജോലികൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരുന്നു. അത് ഷിഫ്റ്റ് മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആർക്കും ഒരു പ്രശ്നമില്ല. ഈ 38 ഭാര്യമാരും അവരുടെ മക്കളും കൊച്ചുമക്കളുമായി 300ഓളം വരുന്ന കുടുംബാംഗങ്ങൾ ഒന്നിച്ചൊരു വീട്ടിൽ ഒന്നിച്ച് കഴിഞ്ഞിട്ട് ഒരു സംഘട്ടനമോ വഴക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. വിശ്വസിക്കാൻ കഴിയുമോ? അത്ഭുതമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ തമ്മിൽ ഇഷ്യൂസ് ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ മക്കൾ തമ്മിൽ പിണക്കങ്ങളില്ല. ഈ 300ഓളം ആൾക്കാരും ഒന്നിച്ചിരുന്നേ ഭക്ഷണം കഴിക്കൂ. അതൊക്കെ അദ്ദേഹത്തിൻ്റെ നിയമമായിരുന്നു. ഭാര്യമാർ പറയുകയാണ്, ഞങ്ങൾ ദൈവത്തെ പോലെയാണ് അദ്ദേഹത്തെ കണ്ടിരുന്നത്. 38 ഭാര്യമാരുള്ള ഒരു മനുഷ്യൻ നമ്മുടെ ഇന്ത്യയിൽ ഈ വർഷത്തിൽ നമ്മോടൊപ്പം ജീവിച്ചു മരിച്ചു എന്ന് പറയുമ്പോൾ പ്രവാചകന്മാർ ഒന്നിലധികം വിവാഹം കഴിച്ചോ എന്ന് ചോദിക്കുന്നതൊക്കെ എത്ര അപ്രസക്തമാണ്. അതൊക്കെ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങളാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലോകത്തെല്ലാ മതങ്ങളും പുകഴ്ത്തിപ്പാടുന്ന മഹാനായ പ്രവാചകനാണ്. അബ്രഹാം പിതാവെന്ന് ആദരവോടുകൂടി മാത്രമേ ക്രൈസ്തവ സഹോദരങ്ങളും ജൂത സഹോദരങ്ങളും അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യാറുള്ളൂ. മുസ്ലിമീങ്ങൾ ഇബ്രാഹിം നബി എന്ന് വിളിക്കുന്നു. അദ്ദേഹത്തിന് 2 ഭാര്യമാർ, സാറ, ഹാജറ. സാറാ ബീവി വിവാഹം കഴിച്ചു വർഷങ്ങളോളം കുട്ടികളില്ലാതെ വന്നപ്പോൾ സാറ തന്നെയാണ് തൻ്റെ ഭർത്താവിനെ കൊണ്ടൊരു കുഞ്ഞിക്കാൽ കാണാൻ വേണ്ടി ഹാജറയെ വിവാഹം കഴിച്ചു കൊടുത്തത്. ഭാര്യ മുൻകൈയെടുത്ത് നടത്തിയ വിവാഹമാണ്. അങ്ങനെ വിവാഹം, ഒന്നിലധികം വിവാഹം കഴിക്കുന്ന ഒരു കുറ്റമായിട്ടോ ഒരു മോശമായിട്ടോ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ടതില്ല. കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ അതാത് നാടിൻ്റെയൊക്കെ സാഹചര്യങ്ങളാണെന്ന് മനസ്സിലാക്കുക. ചൈനയുടെ ഏകാധിപതിയായിരുന്ന ഭരണാധികാരി മാവോ സേതുങ് 4 ഭാര്യമാരുണ്ടായിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ഏറെക്കാലം കഴിഞ്ഞ ശ്രീ കരുണാനിധി 4 ഭാര്യമാരാണ്. അദ്ദേഹത്തിൻ്റെ മക്കൾ തമ്മിലുള്ള കലാപമൊക്കെ വളരെ പ്രസിദ്ധമാണല്ലോ. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞാൽ ഒരുപാട് നേതാക്കളുടെയൊക്കെ കാര്യം പറയാനുണ്ട്. അതൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ സിനിമാ നടീനടന്മാർ വിവാഹം കഴിക്കുകയും ഡൈവേഴ്സ് ചെയ്യുകയൊക്കെ പതിവല്ലേ. മലയാള സിനിമയിൽ ഡൈവേഴ്സ് ഇല്ലാത്ത എത്ര നടന്മാരുണ്ട്, എത്ര നടിമാരുണ്ട്. പ്രമുഖരെല്ലാം ഡൈവേഴ്സായവരാണ്. അതൊക്കെ ഓരോരോ പ്രശ്നങ്ങളാണ്, സാഹചര്യങ്ങളാണ്, സന്ദർഭങ്ങളാണ്. അതിനെ ഇസ്ലാമിലെ അധിക വിവാഹമായി കരുതേണ്ട കാര്യമില്ല. ഇസ്ലാം ഒരു മനുഷ്യന് സാമ്പത്തിക ശേഷിയും ആരോഗ്യവും തുല്യമായി പരിഗണിക്കാനുള്ള കഴിവും ബോധ്യവും ഉണ്ടെങ്കിൽ ഒരേ സമയം 4 വരെ വിവാഹം കഴിക്കാമെന്ന് അനുവദിച്ചിട്ടുണ്ട്. സത്യസന്ധമായി ഹലാലായി ആവശ്യമുണ്ടെങ്കിൽ ഒന്നിലധികം ഭാര്യമാർ വിവാഹം കഴിക്കുക. കീപ്പായി, ടൈപ്പിസ്റ്റായി അല്ലെങ്കിൽ ചിന്ന വീടായി കൊണ്ടു നടക്കാതെ, കുഴപ്പങ്ങളുണ്ടാക്കാതെ അതായിരിക്കും നല്ലത്. അതിന് തയ്യാറാകാത്ത കൊണ്ടാണല്ലോ ഈ പീഡനങ്ങളും പ്രശ്നങ്ങളും മുഴുവനും ഉണ്ടാകുന്നത്. സമൂഹത്തിൽ ഒരു വിവാഹം മാന്യൻ അകത്താരാണ്? ആരുടെ കാര്യമാണ് നമുക്ക് പറയാൻ കഴിയുന്നത്? കേരളത്തിൽ ആരുണ്ട് അങ്ങനെ? ഏത് നേതാവുണ്ട്? എത്ര ആത്മീയ ആചാര്യന്മാരുണ്ട്? ആരുണ്ട്? ഈ വിഷയത്തിൽ മനുഷ്യരെല്ലാം വളരെ ദുർബലരാണ്.
അതുകൊണ്ട് ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കുന്നതിന് മുമ്പായിട്ട് സാഹചര്യങ്ങളും ചരിത്രങ്ങളും സന്ദർഭങ്ങളും ഒക്കെ പഠിക്കണം. അള്ളാഹു നന്മ ചെയ്യാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഉസ്താദെ, മുദ്ദ് അന്യമതസ്ഥർക്ക് കൊടുക്കാമോ? മുദ്ദിൻ്റെ അരി യത്തീംഖാനയിൽ നൽകാമോ? ചോദിച്ചിരിക്കുന്നത് ഒരു സഹോദരിയാണ് എറണാകുളത്ത് നിന്നും. മുദ്ദ് എന്ന് പറയുന്നത് പ്രായശ്ചിത്തം ഒരു ആരാധനയുടെ അനുഷ്ഠിക്കാൻ കഴിയാതെ പോയതിൻ്റെ പ്രായശ്ചിത്തമായി കൊടുക്കുന്നതാണ്. കഴിവതും അത് മുസ്ലിങ്ങളിൽ തന്നെ കൊടുക്കുക, വിശ്വാസികളിൽ തന്നെ കൊടുക്കുക. ഞാൻ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്, സ്വതക്ക ദാനധർമ്മങ്ങൾ അർഹതയുള്ള ഏത് മനുഷ്യനും കൊടുക്കാം, ജാതിയോ മതമോ നോക്കാതെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുദ്ദ്, ഉളുഹിയ്യ, അതുപോലെ തന്നെ ഫിത്തർ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അതൊക്കെ ഇബാദത്തുകളാണ്, ആരാധനകളാണ്. ആരാധനകൾ അതാത് വിശ്വാസി സമൂഹത്തിൽ മാത്രമായി ക്ലിപ്തപ്പെടുത്തുന്നതാണ് നല്ലത്. അത്രയ്ക്കും അവശതയും നിവർത്തികേടുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ പരമാവധി മുസ്ലിമീങ്ങളിൽ തന്നെ കൊടുക്കുക. അല്ലാതെ കൊടുക്കാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ടല്ലോ, സദഖയുണ്ടല്ലോ ഇസ്ലാമിൽ. അമുസ്ലിമീങ്ങൾക്ക് ദാനം ചെയ്യാമല്ലോ, ഇഷ്ടംപോലെ കൊടുക്കാമല്ലോ. ആരാധനകളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മുദ്ദ്, ഫിത്ർ, സക്കാത്ത്, ഉളുഹിയ്യ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മുസ്ലിം സമൂഹത്തിലെ സാധുക്കൾക്ക് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. അമുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ ഒരുപാട് വഴികൾ ഇസ്ലാം തുറന്നിട്ടിരിക്കുന്നു. അയൽക്കാരെന്ന നിലയ്ക്ക് അല്ലാത്ത നിലയ്ക്കൊക്കെ നമുക്ക് അവർക്ക് ചെയ്യാമല്ലോ, ചെയ്യേണ്ടതാണ്. അർഹതയുള്ള ഏത് മനുഷ്യനും കൊടുക്കാവുന്നതാണ്. യത്തീംഖാനയിൽ കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല, അവിടെ അർഹരാണല്ലോ അതിനുള്ളത്. അതുകൊണ്ട് ഇബാദത്തിൻ്റെ കാര്യങ്ങൾ, ഇബാദത്തിൻ്റെ പ്രായശ്ചിത്തങ്ങൾ വിശ്വാസികൾ തന്നെ നിർത്താനായി പരമാവധി പരിശ്രമിക്കുക. ഉസ്താദെ, എനിക്ക് അസുഖം കാരണം നോമ്പ് പിടിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് മുദ്ദ് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിൽ മുദ്ദിൻ്റെ അളവ് എത്രയാണ്? മുദ്ദിന് അരി മാത്രമേ കൊടുക്കാവൂ എന്നുണ്ടോ? പലചരക്കു സാധനങ്ങൾ കൊടുക്കുന്നതിൽ കുഴപ്പമുണ്ടോ? ഇത് ചോദിച്ചിരിക്കുന്നത് എറണാകുളത്ത് നിന്നും മറ്റൊരു സഹോദരിയാണ്. അൽഹംദുലില്ലാ, നേരത്തെ നമ്മൾ കുറച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഒരു മുദ്ദ എന്ന് പറയുന്ന 600 ഗ്രാം അരിയാണ്, ധാന്യമാണ് കൊടുക്കേണ്ടത്. ആ നാട്ടിൽ കഴിക്കുന്ന പ്രധാനപ്പെട്ട ഭക്ഷ്യധാന്യം എന്താണോ അതാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ അരിയാണല്ലോ ഭക്ഷിക്കുക. ചില രാജ്യങ്ങൾ ഗോതമ്പ്, ബാർലിയോ കഴിക്കുന്ന രാജ്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ അത് കൊടുത്താൽ മതിയാകും. ഒരു നാട്ടിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യവിഭവം ഏതാണോ അത് കൊടുക്കുക. അതിന് പകരം പലചരക്ക് സാധനങ്ങളോ അല്ലെങ്കിൽ സ്പൈസസ് എന്തെങ്കിലും അങ്ങനെയൊന്നും വാങ്ങിക്കൊടുത്താൽ ശരിയാവുന്നതല്ല. പണം കൊടുക്കാം, പാപകർമ്മങ്ങളിൽ വിനിയോഗിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിൻ്റെ വില കൊടുക്കാം, അല്ലാതെ പറ്റില്ല. അങ്ങനെ മുദ്ദ് കൊടുക്കുന്നതിൽ ഇത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. മുദ്ദ് കൊടുക്കണം. റമദാൻ 1 തൊട്ട് തന്നെ കൊടുക്കാം, അവസാനിക്കുന്നതിന് മുമ്പായിട്ട് കൊടുക്കാം. അൽഹംദുലില്ലാ, അങ്ങനെ കൊടുത്ത് പ്രായശ്ചിത്തങ്ങളെല്ലാം പൂർത്തിയാക്കി നല്ല നിലയിൽ പെരുന്നാൾ ആഘോഷിക്കാനായിട്ട് പരിശ്രമിക്കുക. ഉസ്താദെ, നമ്മുടെ പ്രാർത്ഥനകളിൽ നമസ്കാര ശേഷവും മറ്റു പല അവസരങ്ങളിലും മലയാളത്തിലും കൂടി പ്രാർത്ഥിക്കുമ്പോൾ അറിയാവുന്ന നബിമാരുടെയും ഔലിയാക്കളുടെയും പ്രവാചകന്മാരുടെയും പേരുകൾ കൂടി പറഞ്ഞ് അവരുടെ ബർക്കത്ത്, അനുഗ്രഹം എന്നിവ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇത് ചോദിച്ചിരിക്കുന്നത് എസ് എ മുഹമ്മദ് യൂസുഫാണ്. ഇസ്ലാമിൽ തവസ്സുൽ എന്നൊരു കർമ്മമുണ്ട്. തവസ്സുൽ എന്നാൽ ഇടതേട്ടം എന്നർത്ഥം. അള്ളാഹുവെ, നിൻ്റെ നാമങ്ങളുടെ പേരിൽ ഞാൻ നിന്നോട് ചോദിക്കുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ദുആ ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ നാമങ്ങളുടെ പേരിൽ അള്ളാഹുവിനോട് തേടുന്നു. ഇതുപോലെ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ ബർക്കത്ത് കൊണ്ട്, അള്ളാഹുവിൻ്റെ വലിയകളുടെ ഔലിയാഇൻ്റെ ബർക്കത്ത് കൊണ്ട് എന്നൊക്കെ പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല. തവസ്സുൽ ഇസ്ലാം അംഗീകരിക്കുന്നു. കർമ്മങ്ങളുടെ പേരിലും തവസ്സുൽ ചെയ്യാം, വ്യക്തികളുടെ പേരിലും തവസ്സുൽ ചെയ്യാം. അള്ളാഹുവെ, ഞാൻ ഇന്ന ദിവസം ചെയ്ത ഇന്ന സൽക്കർമ്മത്തിൻ്റെ പേരിൽ ഞാൻ നിന്നോട് സഹായം തേടുന്നു എന്ന് പറയൽ ഹദീസിലുണ്ട്, ധാരാളമുണ്ട്. അതിനൊന്നും കുഴപ്പമില്ല. പ്രസിദ്ധമായ സംഭവം ഉണ്ടല്ലോ, ഗുഹയിലകപ്പെട്ട 3 ചെറുപ്പക്കാർ. ഗുഹാമുഖം ഒരു വലിയ പാറക്കല്ല് വന്നുകൊണ്ട് അടഞ്ഞുപോയി. അവർ ഓരോരുത്തരും തങ്ങൾ ചെയ്ത സൽപ്രവർത്തികൾ എടുത്തു പറഞ്ഞ് ദുആ ചെയ്തു. അള്ളാഹുവെ, ഞാൻ ഇന്ന ദിവസം ചെയ്ത മറ്റാരും അറിയാത്ത ഇന്ന കർമ്മത്തിൻ്റെ പേരിൽ നീ ഈ പാറയെ മാറ്റിത്തരണേ ദുആ ചെയ്തപ്പം പാറയൊരൽപ്പം മാറി. രണ്ടാമത് പ്രകാരം ദുആ ചെയ്തപ്പോൾ കുറച്ചുകൂടി മാറി. എന്നാലും പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല.
മൂന്നാമൻ്റെ പ്രാർത്ഥന വന്നതോടുകൂടി ആ കല്ല് മാറുകയും അവർ രക്ഷപ്പെടുകയും ചെയ്തു. നമ്മൾ അള്ളാഹുവോട് ചെയ്ത സൽക്കർമ്മങ്ങൾ അള്ളാഹുവോട് എടുത്തു പറഞ്ഞ് അതിൻ്റെ പേരിൽ പടച്ചവൻ്റെ സഹായം തേടുക. ഇത് കർമ്മങ്ങളുടെ പേരുള്ള തവസ്സുലാണ്. അള്ളാഹുവിൻ്റെ പേരുള്ള തവസ്സുലാണ് ഞാൻ ആദ്യം പറഞ്ഞത്. തവസ്സൽന ബിബിസ്മില്ല വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ വഅഹ്ലിൽ ബദരി യാ അല്ലാഹ്. അള്ളാഹുവേ, നിൻ്റെ നാമങ്ങളുടെ പേരിൽ നിന്നോട് സഹായം തേടുന്നു. ഞങ്ങൾക്ക് സന്മാർഗം കാട്ടിത്തന്ന ഞങ്ങളുടെ പ്രവാചക ശിരോമണിയുടെ പേരിൽ നിന്നോട് സഹായം തേടുന്നു. നാഥ, നിൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്ന എല്ലാ മുജാഹിദുകളുടെ പേരിൽ ഞങ്ങൾ സഹായം തേടുന്നു. ഇസ്ലാമിന് വേണ്ടി ആദ്യം ജീവൻ മരണ പോരാട്ടം നടത്തിയ ധർമ്മസമരം ബദറിലെ ആ പോരാളികളെ കൊണ്ട് നിന്നോട് സഹായം തേടുന്നു. ഇതൊക്കെ ഇസ്ലാമിൽ അനുവദനീയമാണ്, നല്ലതാണ്. ദുആ സ്വീകരിക്കാനും അള്ളാഹുവിൻ്റെ സഹായം പെട്ടെന്ന് കിട്ടാനും അത് വളരെ ഉപയുക്തമാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കറിയാമോ, ദീർഘകാലമായി ഗുളികയും ഇൻസുലിനും എടുത്തിട്ടും ഷുഗർ കുറയാത്തത് ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലമെന്ന്? പാർശ്വഫലങ്ങളില്ലാത്ത പ്രകൃതിയുടെ പ്രത്യേക ആയുർവേദ ഔഷധക്കൂട്ടുകൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റി ഷുഗർ നോർമലാക്കുന്നു. ഡിസ്ക് തള്ളൽ, മുട്ടു തേയ്മാനം, കഴുത്തു തേയ്മാനം, ബ്ലോക്കുകൾ, വെരിക്കോസ് വെയിൻ, പൈൽസ് ഇവ ഓപ്പറേഷൻ കൂടാതെ സുഖപ്പെടുത്താം. ആസ്മ, അലർജി എത്ര പഴകിയതുമാകട്ടെ ഔഷധ സേവയിലൂടെ പൂർണ്ണമായും സുഖപ്പെടുത്താം. ഡോക്ടറോട് സംസാരിക്കാൻ ഇപ്പോൾ വിളിക്കൂ 9446182437. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി, പത്തനാപുരം, ഇടപ്പള്ളി, മലപ്പുറം, ഇടപ്പാൾ. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി, കൊച്ചി ശാഖകളിൽ ആയുർ ഓർത്തോ സർജൻ ഡോക്ടർ സച്ചിൻ എസ് താഷ്കന്റ് BAMS MS-ന്റെ നേതൃത്വത്തിൽ ഇനോറെക്ടൽ, ഓർത്തോ ആൻഡ് സ്പോർട്സ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ അസ്ഥി നട്ടൽ രോഗങ്ങൾ, ഡിസ്ക് തള്ളൽ, ഫ്രാക്ചർ ആൻഡ് ഡിസ്ലൊക്കേഷൻ, കായിക താരങ്ങളുടെ ലിഗമെന്റുകൾക്കും മസിലുകൾക്കും ഉണ്ടാകുന്ന ക്ഷതങ്ങൾ, ടീറുകൾ, വെരിക്കോസ് വെയിൻ, പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ, ഡയബറ്റിക്, അൾസർ തുടങ്ങിയ രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സ. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കുറ്റിപ്പുറം, കരുനാഗപ്പള്ളി, കൊച്ചി, ഇടപ്പള്ളി, മലപ്പുറം, ഇടപ്പാൾ. മുൻകൂട്ടി ബുക്കിംഗിന് 9895023551. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നിരവധി നല്ല കത്തുകളാണ് നമുക്ക് കിട്ടിയത്. അർത്ഥമുള്ള ചോദ്യങ്ങൾ. കത്തുകളയച്ച എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും അള്ളാഹു നല്ല പ്രതിഫലം തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. നമുക്കിന്ന് പഠിക്കാനുള്ള ദുആ, കണ്ണിൻ്റെ വിഷമങ്ങൾ മാറ്റാൻ, കാഴ്ച കിട്ടാൻ, കണ്ണുവേദന, കണ്ണിന് ചൊറിച്ചിൽ, കാഴ്ചക്കുറവ്, ഇതിനൊക്കെ ഏറ്റവും ഉപകാരപ്രദമായൊരു ദുആയാണ്. ഒരു സ്വലാത്ത് ഓതുക, യാ നൂറു യാ ബസീറു യാ അല്ലാ, യാ നൂറു യാ ബസീറു യാ അല്ലാ. പ്രകാശത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവേ, കാഴ്ച നൽകുന്ന അള്ളാഹുവേ, അള്ളാഹുവിനെ വിളിക്കുക 311 പ്രാവശ്യം. അത് കഴിഞ്ഞ് വീണ്ടും ഒരു പ്രാവശ്യം സ്വലാത്ത് ഓതിയിട്ട് നിങ്ങളുടെ 2 കൈകളുടെ തള്ളവിരലുകളുടെ നഖങ്ങളിൽ ഊതി ഇങ്ങനെ ഊതി കണ്ണിൽ പതുക്കെ തടവുക. 3 പ്രാവശ്യം തടവുക. അപ്പോൾ സ്വലാത്ത് തുടക്കത്തിലോതുക, അവസാനവും എല്ലാ ദുആക്കളുടെയും ആദ്യവും അവസാനവും സ്വലാത്ത് ചൊല്ലുക. യാ നൂറു യാ ബസീറു യാ അല്ലാ. കണ്ണിന് ഏറ്റവും ഉപകാരപ്രദമാണ്. കണ്ണിന് കാഴ്ച കിട്ടാനും ചൊറിച്ചിൽ മാറാനും അതുപോലെ തന്നെ കണ്ണ് കലങ്ങി ചുവന്നിരിക്കുന്നു, എല്ലാത്തിനും പരിഹാരമാണ്. അൽഹംദുലില്ലാ. ഇത് പതിവാക്കിക്കൊള്ളിൻ. പ്രായമേറും തോറും കണ്ണിൻ്റെ കാഴ്ചശക്തിയൊക്കെ കുറയും, ഏറ്റവും നല്ലതാണ്. നമ്മുടെ ഈ പ്രോഗ്രാം വലിയൊരു തുക മുടക്കി സ്പോൺസർ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പ്രകൃതി ഹോസ്പിറ്റലാണ്. കരുനാഗപ്പള്ളിയിലും പത്തനാപുരത്തും കൊച്ചി ഇടപ്പള്ളിയിലും മലപ്പുറത്ത് ഇടപ്പാളിലും പ്രവർത്തിക്കുന്ന ബ്രാഞ്ചുകളുള്ള മഹത്തായ സ്ഥാപനം. വർഷങ്ങളായി ചികിത്സയുടെ പാരമ്പര്യമുള്ള സ്ഥാപനം. അൽഹംദുലില്ലാ, ഡോക്ടർ ഷെഫി, ഡോക്ടർ സച്ചിൻ എന്നിവരുടെ വളരെ ചിരപരിചിതമായ സേവനം, കൺസൾട്ടിങ്, ഒരുപാട് രോഗികൾക്കും രോഗങ്ങൾക്കും പരിഹാരം. നമുക്കറിയാം, രോഗങ്ങൾക്ക് ശിഫ തരുന്നത് അള്ളാഹുവാണ്. അള്ളാഹു ഡോക്ടർ ഷെഫിയിലൂടെ, ഡോക്ടർ സച്ചിനിലൂടെ
നിങ്ങൾക്കെല്ലാവർക്കും പരിഹാരം, രോഗശമനം തരാൻ വിനീതനായ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെയും ദുആക്കൾ ഉണ്ടാകണം. കാരണം അവരുടെ ഒരു വലിയ സഹായം കൊണ്ടാണ് അൽ മഫാസ് വീണ്ടും നിങ്ങളിലേക്ക് എത്തുന്നത്. വീണ്ടും തുടങ്ങാൻ സഹായിക്കുന്ന ഈ സ്ഥാപനത്തെ അള്ളാഹു സഹായിക്കട്ടെ. നിങ്ങൾ എന്തായാലും രോഗം വന്നാൽ നമ്മൾ ചികിത്സിക്കണം. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലിൽ ചെന്ന് ചികിത്സ തേടി നിങ്ങൾക്ക് രോഗശമനം ഉണ്ടാകട്ടെ എന്ന് അള്ളാഹുവിനോട് ഞാൻ പ്രത്യേകം ദുആ ചെയ്യുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ഈ പ്രോഗ്രാം പഴയതുപോലെ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 9 മുതൽ 9:30 വരെ, എല്ലാ വെള്ളിയാഴ്ചയും അതേ ദിവസം പ്രോഗ്രാം നടക്കുന്ന ദിവസം തന്നെ രാത്രി 11:30 മുതൽ 12 വരെ, വീണ്ടും അടുത്ത എല്ലാ ബുധനാഴ്ചയും രാത്രി 10:30 മുതൽ 11 വരെ, ഇങ്ങനെ ഒരേ പ്രോഗ്രാം 3 തവണ ടെലികാസ്റ്റിംഗ് ഉണ്ടാകും. ഒന്നുകൂടി, വെള്ളിയാഴ്ച 9, 9:30, അതേ രാത്രി 11:30 to 12, ബുധനാഴ്ച 10:30 മുതൽ 11 വരെ. ഒരു സമയത്ത് കാണാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത സമയത്ത് കാണാം. പ്രത്യേകിച്ച് ഗൾഫുകാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് രാത്രിയിൽ ഈ സംവിധാനം ചെയ്തിരിക്കുന്നത്. എല്ലാവരും കാണണം, എല്ലാവരും ദുആ ചെയ്യണം. ഈ പ്രോഗ്രാമിൻ്റെ നടത്തിപ്പുകാർക്കും പ്രകൃതി ഹോസ്പിറ്റലിന് വേണ്ടിയും സാധുവായ എനിക്ക് വേണ്ടിയുമൊക്കെ നിങ്ങളുടെ ദുആക്കൾ ഉണ്ടാകണം. അള്ളാഹു ഇതിൻ്റെ പ്രേക്ഷകരെ, പ്രവർത്തകരെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ എഴുതുക. അൽ മഫാസ്, ഹൗസ് നമ്പർ 10, പൂന്തുറ PO, തിരുവനന്തപുരം 26. ഇൻഷാ അള്ളാഹു വേണ്ടുക വെച്ച് അടുത്ത വെള്ളിയാഴ്ച ഇതേ സമയത്ത് നമുക്ക് വീണ്ടും ജീവനിലൂടെ കണ്ടുമുട്ടാം. അൽ മഫാസ് ദി ആൻസർ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കുറ്റിപ്പുറം, കരുനാഗപ്പള്ളി, കൊച്ചി ഇടപ്പള്ളി, മലപ്പുറം ഇടപ്പാൾ. മുൻകൂട്ടി ബുക്കിംഗിന് 9895023551.